നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ മഹാസമാധി ഇന്ന് നടക്കും. വൈകിട്ട് 4-ന് ആറാലുമൂട്ടിലെ വീട്ടുവളപ്പിലാണ് ചടങ്ങുകൾ. ചടങ്ങുകൾക്ക് വേണ്ട ഒരുക്കങ്ങൾ പൂർത്തിയായി. വിവരങ്ങളുമായി നെയ്യാറ്റിൻകരയിൽ നിന്ന് എം മനോജ് ഒപ്പം ചേരുന്നു. മനോജ്, ഈ മഹാസമാധിക്കുള്ള ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമായോ? കൃഷ്ണരാജ്, ഒരുക്കങ്ങളൊക്കെ തന്നെ അങ്ങനെ തുടരുകയാണ്. അവസാന ഘട്ടത്തിലാണ്. 2 മണിയോടുകൂടി തന്നെ മറ്റ് കാര്യങ്ങൾ, അതായത് നാമജപ ഘോഷയാത്രയോടുകൂടി ഇങ്ങോട്ടേക്ക് എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ വീട്ടിലേക്കാണ് എത്തുക. ഈ വീടിന് സമീപം, ഈ ക്ഷേത്രത്തിന് സമീപമാണ് നേരത്തെ സമാധി പീഠം ഇരുന്ന ആ ഒരു സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ മഹാസമാധി ഒരുങ്ങുന്നത്. ഇത് തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു സമാധിയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അത് പൊളിച്ചു നീക്കിയാണ് പോലീസ് ഇവിടെ നിന്നും ശരീരം കൊണ്ടുപോയതും പിന്നീട് പരിശോധനയ്ക്ക് വിധേയമാക്കിയതും. എന്നാൽ തുടർന്ന് മരണത്തിൽ ഈ ഒരു സമാധിയിൽ അസ്വാഭാവികത ഇല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു തീരുമാനവുമായി വിവിധ സംഘടനകളടക്കം മുന്നോട്ട് വന്നത്. ഇപ്പോൾ മഹാസമാധിയാണ് ഇവിടെ ഒരുങ്ങുന്നത്. പരിശോധനാ ഫലം ഇനിയും വരാനുണ്ട് എന്നുള്ള കാര്യം ഇവിടെ കുടുംബാംഗങ്ങളും അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്നവരുമൊക്കെ വ്യക്തമാക്കി. അവർ അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിച്ച് മുന്നോട്ട് പോകുമെന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ സമാധി ഇത്തരത്തിൽ വിപുലമായി തന്നെ നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ആശുപത്രിയിൽ നിന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. എന്തായാലും ഒരുക്കങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായോ? ഒരുക്കങ്ങൾ ഏകദേശം 90% പൂർത്തിയായി. ഇനിയൊരു സമാധി മണ്ഡപത്തിൻ്റെ ചുറ്റും പുഷ്പാലങ്കാരം മാത്രമാണ് ബാക്കിയുള്ളത്. എന്തൊക്കെയായിരിക്കും ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാലുള്ള ചടങ്ങുകൾ? ഇവിടെ സന്യാസിവര്യന്മാരുടെ നേതൃത്വത്തിൽ ആദ്യം പുണ്യാഗം നടക്കും. അത് കഴിഞ്ഞ് പീഠപൂജ നടക്കും. അത് കഴിഞ്ഞ് സമാധി കർമ്മങ്ങൾ ആരംഭിക്കും. അതാണ്. ഏതൊക്കെ മഠത്തിൽ നിന്നാണ് ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? പ്രധാനമായിട്ട് നമ്മുടെ ചെങ്കൽ ശിവപാർവതി ക്ഷേത്ര മഠാധിപതി മഹേശാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ 6-7 സന്യാസിമാരുടെ നേതൃത്വമാണ് നടക്കുന്നത്. അതേസമയം തന്നെ പോലീസിന്റെ ഭാഗത്ത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ പൂർണ്ണമായും സഹകരിച്ച് തന്നെ മുന്നോട്ട് പോകും. അതൊന്നും ഇപ്പോഴത്തെ വിഷയമല്ല. ഇന്ന് നമ്മുടെ വിഷയം ഇത് മഹാസമാധി എന്നുള്ളതാണ്. ഈ സമാജത്തിൻ്റെ ലക്ഷ്യം മഹാസമാധിയിൽ സ്വാമിയെ ഇരുത്തുക. അത് തന്നെയാണ് ഇന്നത്തെ ലക്ഷ്യം. മറ്റു കാര്യങ്ങളെല്ലാം ഇതിന് ശേഷമാണ്. നാമജപ യാത്രയോടുകൂടി തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കും. 2 മണിക്ക് ആറാലുമൂട് ഓട്ടോമൊബൈൽസിൻ്റെ അവിടെ നിന്ന് നാമജപ യാത്രയുമായിട്ട് 3 മണിക്ക് മുൻപേ ആയിട്ട് ഇവിടെ എത്തുകയും 3 മണിക്ക് ഇവിടെ സമാധി പൂജകൾ ആരംഭിക്കുകയും ചെയ്യും. അതുതന്നെയാണ് ഇപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വിവിധ പുഷ്പങ്ങൾ, ഹാരങ്ങൾ, അതോടൊപ്പം തന്നെ ഈ സമാധിക്ക് ചുറ്റും, ഈ സമാധി പീഠത്തിന് ചുറ്റും ഇവിടെ ഇരിക്കുവാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ആയിരിക്കും ഇവിടെ എത്തുന്ന ആചാര്യന്മാർ ഇരിക്കുക, മറ്റ് കർമ്മങ്ങളൊക്കെ ചെയ്യുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ സമീപത്തുള്ള മഠങ്ങളിൽ നിന്നുള്ള ആചാര്യന്മാർ ഇവിടേക്ക് എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു പീഠം, അത് ഏതായാലും നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ മഹാസമാധി ചടങ്ങുകൾ 3 മണിക്ക് തുടങ്ങും. 4 മണിയോടെ അത് പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിവിധ ആചാര്യന്മാരൊക്കെയും അവിടെ പങ്കെടുക്കും. ആ മഹാസമാധി ചടങ്ങുകൾ നടക്കുന്ന ഇടത്തു നിന്നാണ് എം മനോജ് ഒപ്പം ചേർന്നത്.